അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു സ്ത്രീ, ഒരു പെണ്ണ്, അവൾ ജീവിക്കും, മരിക്കും എന്നല്ല പറഞ്ഞത് കേട്ടോ, ജീവിക്കും എന്നുള്ളതാണ് സംഭവം. ഇതൊരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ്, നല്ലൊരു വ്യാഖ്യാനം തന്നെയാണ്. പക്ഷേ ഈ സ്വപ്നം എന്ന് പറയുമ്പോൾ നമ്മളെ പേടിപ്പെടുത്തുന്ന, പ്രയാസം ഉണ്ടാക്കി തരുന്ന ഒരു സ്വപ്നമാണ്. നമ്മുടെ സഹോദരി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു സ്ത്രീയാണ്, ഒരു പെണ്ണാണ്. ആര്? നമ്മുടെ സഹോദരി. അപ്പം നമ്മുടെ സഹോദരിയുടെ മരണം അങ്ങനെ സ്വപ്നത്തിൽ അങ്ങനെ കാണുകയാണ്. അപ്പം അങ്ങനെ സ്വപ്നത്തിൽ കണ്ടാൽ, സഹോദരിയുടെ മരണം സ്വപ്നത്തിൽ കണ്ടാൽ എന്തായിരിക്കും അതിൻ്റെ വ്യാഖ്യാനം? ഈ സ്വപ്നം സ്വാഭാവികമായിട്ട് വിഷമമുണ്ടാക്കുന്നതാണെങ്കിലും അതിൻ്റെ വ്യാഖ്യാനം പ്രയാസമുള്ള, വിഷമമുണ്ടാക്കുന്ന ഒന്നുമല്ല. മഹാനായ മുഹമ്മദ് ബിൻ സിരീൻ എന്നവർ അവിടുത്തെ ഒരു കിതാബിൽ 63-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഒരാൾ സ്വന്തം സഹോദരിയുടെ മരണം എങ്ങനെ സ്വപ്നത്തിൽ കാണുക, നമ്മുടെ സഹോദരി മരിക്കുന്നതായിട്ട് എങ്ങനെ സ്വപ്നത്തിൽ കാണാണ്. അങ്ങനെ സ്വപ്നത്തിൽ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം അവൾ ജീവിക്കുമെന്നാണ്, അല്ലാതെ അവൾ മരിക്കുമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ നോക്കണം, നമ്മൾ മരണം സ്വപ്നം കണ്ടപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം ജീവിതമായിട്ട് വന്നു. നമ്മൾ അനുമാനത്തിന് വ്യാഖ്യാനമായിട്ട് എങ്ങനെയാണ് കാണാറുള്ളത്? എന്താ, നമ്മളെ സഹോദരി മരിക്കുമെന്നൊക്കെയാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ അതിൻ്റെ വ്യാഖ്യാനം അങ്ങനെയല്ല. ഈ സ്വപ്നം നമുക്ക് മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കുന്നതാണെങ്കിലും അതിൻ്റെ വ്യാഖ്യാനം നല്ലൊരു വ്യാഖ്യാനമാണ്. സഹോദരി മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം ആ സഹോദരി ജീവിക്കും എന്നാണ്. അതായത് ഇപ്പോഴത്തൊന്നും മരിക്കൂല, ഒക്കെ ആയുസ്സുണ്ട് എന്നുള്ളതാണ് സ്വപ്നത്തിലൂടെ വ്യാഖ്യാതാവായ മഹാനായ മുഹമ്മദ് ബിൻ സിരീൻ എന്നവർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. മുഹമ്മദ് ബിൻ സിരീൻ എന്ന് പറയുമ്പോൾ 2-ാം നൂറ്റാണ്ടിലെ മഹാനാണ്. അബൂ സഅദ് റഹിമഹുമുള്ള എന്നവരാണ് മഹാനായ മുഹമ്മദ് ബിൻ സിരീൻ എന്നവരുടെ ഉസ്താദ്. അപ്പോൾ ചില വിഷയങ്ങൾ പറയുമ്പോഴും നമ്മുടെ ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മഹാനായ മുഹമ്മദ് ബിൻ സിരീൻ എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുഹമ്മദ് ബിൻ സിരീൻ എന്നവർ ആരാ? മഹാനായ ഇമാം അബൂ ഹനീഫ എന്നവർ സ്വപ്ന വ്യാഖ്യാനം ചോദിച്ച് മഹാനവരുടെ അരികിലേക്ക് പോയിട്ടുണ്ട്. ഇമാം മുഹമ്മദ് ബിൻ സിരീൻ എന്നവരുടെ അരികിലേക്ക് പോയിട്ടുണ്ട്. ആര്? നമ്മുടെ അബൂ ഹനീഫ ഇമാം. അത്രയും വലിയ പണ്ഡിതനാണ് മുഹമ്മദ് ബിൻ സിരീൻ എന്നവരാണ് ഇതിനെ കുറിച്ചിട്ട് എന്താക്കിയത്, വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.